ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറ്റ്, ഓൺ, ഇന്ന് ഈ മൂന്ന് സംഭവങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വെക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് ഒരു പ്രിസൈസ് ടൈം, കൃത്യമായൊരു സമയത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് വെച്ചിട്ടാണ് പറയുക. ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് 4:30 AM 4:30 എന്ന് പറയില്ലേ, കറക്റ്റായിട്ട് സമയം പറയുമ്പോൾ. അല്ലെങ്കിൽ പാതിരാത്രി കറക്റ്റ് സമയം പറയുന്നത് അറ്റ് മിഡ് നൈറ്റ്, അറ്റ് 4:30 AM, അറ്റ് 6 AM അല്ലെങ്കിൽ അറ്റ് 6 PM. അങ്ങനെ കറക്റ്റ് ടൈം പറയുമ്പോൾ അറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഓൺ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു ഡേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നിശ്ചിത ദിവസം. അറ്റ് പറഞ്ഞ് നമ്മളൊരു നിശ്ചിത സമയത്തിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓൺ പറയുന്നത് ഒരു നിശ്ചിത ദിവസത്തിനെ പറ്റിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ സൺഡേ എന്ന് പറയും, അല്ലെങ്കിൽ ഓൺ March 15th, അല്ലെങ്കിൽ ഓൺ സെപ്റ്റംബർ 15th. അങ്ങനെ കറക്റ്റായിട്ടൊരു ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആണ് വെക്കുക. ഇനി നമ്മൾ ഇന്ന് വെച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാലഘട്ടം പറയുകയാണെന്ന് വിചാരിക്കുക, കുറച്ചധികം ദിവസങ്ങൾ, മാസങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇൻ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഇൻ സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ആ മാസത്തിനുള്ളിൽ കുറേ ദിവസങ്ങളുണ്ടല്ലേ. അല്ലെങ്കിൽ ഇൻ വിൻ്റർ സീസൺ ആണല്ലോ, ഒരു സീസൺ കുറച്ച് മാസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇൻ വിൻ്റർ. പ്രിസൈസ് ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് വയ്ക്കും, ഒരു കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺ വയ്ക്കും. ഒരു നിശ്ചിത ഒരു ഗ്യാപ്പിലുള്ള ടൈം ഡ്യൂറേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വയ്ക്കും. അപ്പോൾ നിങ്ങൾ ചിന്തത്തിൽ മാത്രമേ ഉള്ളൂ. അറ്റും ഓണും ഇന്നും വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വാചകങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ബൈ ബൈ.